മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എ സജീവൻ, നോക്കൂ, ഇവിടെ ഈ ലൈഫ് പാർപ്പിട പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ നീതി ആയോഗിന് അതിൻ്റെ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു സംവിധാനമായി സെലക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ആർക്കെതിരെയുള്ള തിരിച്ചടി കൂടിയാണ്? യഥാർത്ഥത്തിൽ ഇത് പിണറായി സർക്കാരിനുള്ള അംഗീകാരമാണ് വലിയ അർത്ഥത്തിൽ. അല്ല, ഒരു സംശയമില്ലല്ലോ. കാരണം ഈ ലൈഫ് മിഷനെ തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന, ഇതിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണിത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നീതി ആയോഗ് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇതേപോലെ ഒരു സംവിധാനം, അതായത് സാധാരണ ജനങ്ങൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്നൊരവസ്ഥ, ഹൗസ്ലെസ് ആയിട്ടുള്ള, ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു പാർപ്പിടമുണ്ട് എന്ന് ഞങ്ങൾ ഇത് എന്റേതാണെന്ന് തോന്നുന്ന രൂപത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ അവസ്ഥയിൽ ഭരണകൂടം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നു, അവരെ പാർപ്പിടമുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളത് അത് ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട കാര്യമാണ്. ഇപ്പൊ വളരെ കൃത്യമായിട്ട് നടന്നു വരുന്ന ഒരു സ്ഥലം. ഇപ്പൊ നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ചു മുമ്പേ ഈ കർണാടകയിൽ അവിടെ ആളുകളെ, ഭൂരഹിതരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ കയ്യേറിയതാവാം, അവര് സർക്കാർ ഭൂമി കയ്യേറി താമസിക്കുന്നതായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് താമസിക്കുന്നു? അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, അവർക്കൊരു പാർപ്പിടം വേണം. ആ പാർപ്പിടത്തിന് വേണ്ടിയിട്ട് അവരെങ്ങനെ കിടന്നുറങ്ങാൻ ഒരു സ്ഥലമായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് അത് ഒരുപക്ഷെ അവരുടെ ഒരു വില കൊടുത്ത് വാങ്ങിയതാവില്ല, ഒക്കെ യാഥാർത്ഥ്യമാവാം. പക്ഷെ അവിടെ നിന്ന് അവരെ പൂർണ്ണമായിട്ടും ആട്ടി ഓടിച്ചിട്ട് അത് മുഴുവൻ ഇടിച്ചു പൊളിച്ചു കളയുന്ന ഒരു സംവിധാനം നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഈ ലൈഫ് മിഷനെ കുറിച്ച് വളരെ പരിദൂഷണം പറയുന്ന, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഇകഴ്ത്തി പറയുന്ന ആളുകൾ ആദ്യം കാണേണ്ട അവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്തതിന്റെ നാണക്കേട് അവർക്ക് തോന്നേണ്ടത്, ഇവിടെ എത്രയോ കാലമായിട്ട് ഇവിടെ ഇപ്പോ ഇത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയതല്ലല്ലോ, കാലമായിട്ട് ഒരു നവകേരള മിഷൻ എന്ന അർത്ഥത്തിൽ വളരെ വളരെ ശാശ്വതമായി, വളരെ തുടക്കം എല്ലാവിധ ഹോംവർക്കുകളോടും കൂടി കൃത്യമായി നടപ്പാക്കി വരുന്നതാണ്. ഇപ്പൊ എനിക്ക് എന്റെ സ്ഥലത്ത് തന്നെ അറിയാം, ഞാൻ നിൽക്കുന്ന ഡിവിഷനിൽ തന്നെ അവിടെ വീടില്ലാത്ത ആളുകൾക്ക് വീടിന്റെ സ്ഥലമുണ്ടെങ്കിൽ അത് വീട് വെക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. അതില്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പം പുതിയതായിട്ട് നിർമ്മിക്കുന്ന പച്ചക്കറി മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ട് വലിയ ഫ്ലാറ്റ്, അവിടെയൊക്കെ അവർക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് നല്ല സമ്പന്നമായ സൗകര്യങ്ങളോടുകൂടിയ പാർപ്പിട സമുച്ചയമാണ് കിട്ടിക്കൊടുക്കുന്നത്. അത് സാധാരണ ഇതിൽ പണ്ടൊക്കെ നമ്മള് ലക്ഷം വീടിനെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം അത് ആവശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അന്ന് ഒരു ചുമരലിന്റെ അപ്പുറത്തപ്പുറത്ത് 2 വീടെന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ആളുകൾ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ആ കുറ്റം പോലും പറയാൻ പറ്റില്ല. അവർക്ക് ഭൂമിയുണ്ടെങ്കിൽ, സ്വന്തമായി ഭൂമിയുണ്ടെങ്കിൽ അവിടെ നല്ല വീട് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചില ക്രൈറ്റീരിയകളിൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുകയും ചെയ്യുന്നു. ഭൂമി നൽകുന്നുണ്ട്, ഭൂമി എടുത്തു കൊടുക്കുന്നുണ്ട്. ഭൂമി തീരെയില്ലെങ്കിൽ അവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ അവർ താമസിപ്പിക്കുന്നത്, എല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് മാതൃക എന്നല്ല മറ്റെന്താണ് പറയുക. അത്തരം കാര്യങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള നീതി ആയോഗിന് പോലും അവഗണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. നീതി ആയോഗ് എന്തിന് ശ്രീ എസ് സജീവൻ, ഇത് ഇങ്ങനൊരു വലിയ അംഗീകാരം വരുന്നു, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. നോക്കൂ, ഇവിടെ ഈ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അവർക്കായി പിരിച്ച പണമെവിടെ, ഭൂമി എവിടെ, തറക്കല്ലിട്ടിട്ടില്ല. എന്നിട്ടും ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. 400 വീടുകൾ, അതിൽ 300 വീടുകൾ കോൺഗ്രസ്, 100 വീടുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വയം അവകാശിനായി. എങ്കിൽ പോലും ആ അർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഈ സർക്കാരുമായി സഹകരിക്കില്ല, സർക്കാരിന് 5 പൈസ നൽകില്ല ഈ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞിരുന്ന കോൺഗ്രസ് ഇന്ന് സർക്കാർ നിർമ്മിച്ച് പൂർത്തിയാക്കുന്ന ടൗൺഷിപ്പിൽ ടി സിദ്ദിഖ് MLA സന്ദർശിക്കുന്നു. കനകൊല്ലു സിദ്ധാന്തമാണ്. ഇതില് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസ്സുകാർ നടത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ UDF-ന്റെ പല നേതാക്കന്മാർ നടത്തുന്ന പ്രഖ്യാപനങ്ങള്, അതൊക്കെ നമ്മൾ ഒരു പഴയൊരു ചൊല്ലുണ്ടല്ലോ, 1000 ചാക്ക് പഞ്ചസാര കടലാസിൽ എഴുതിയാല് അതിന് മധുരം ഉണ്ടാവില്ല. മധുരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ
യഥാർത്ഥ പഞ്ചസാര തന്നെ കൊടുക്കണം. അതെ അതെ, കറക്റ്റാണ് കാരണം ഈ കണക്കുകൾ പറഞ്ഞ് വക്കീൽ ബുദ്ധിയിൽ മറഞ്ഞു പോകുന്ന ഒരു മണി ചെയിൻ മാതൃകയൊക്കെ അവതരിപ്പിച്ചാലും കിട്ടേണ്ടത് കിട്ടിയവർക്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് അനുഭവിക്കാനാകൂ. പക്ഷേ സർക്കാർ നൽകുന്നുണ്ട്, പ്രതിപക്ഷം പിരിച്ച പണം പോലും അതിന് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് സത്യത്തിൽ കേരളത്തിന് അഭിമാനിക്കാൻ നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് അഭിമാനിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സ്ഥലം കർണാടകയിലൊക്കെ ഇത്തരത്തില് ആളുകളെ അടിച്ചോടിച്ച് അവിടെ ഇടിച്ചു നിരത്തുന്ന സമയത്തൊക്കെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഉണ്ടാവേണ്ടതും നമ്മളൊക്കെ പലതും ഇവിടെ ഇങ്ങനെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക്, ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയും വീടും വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ അവിടെ അതൊന്നുമല്ല, അവിടെ ദയാദാക്ഷിണ്യമില്ലാതെ ഓടിച്ചു വിടുകയാണ്. അപ്പൊ ഇതാണ് മാതൃക. അത് മാതൃകയാക്കണമെന്ന് പറഞ്ഞ നീതി ആയോഗ് അവർ സത്യസന്ധമായി പെരുമാറി എന്ന് മാത്രമാണ് ഇതിൽ പറയാൻ പറ്റുക.